വർഗീയവാദി എന്ന് വിളിക്കുന്നല്ലോ എന്ന ചോദ്യത്തിൽ ഇന്ന് ആകെ പ്രകോപിതനായ ഒരു വെള്ളാപ്പള്ളി നടേശനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. മലപ്പുറം അടക്കം 3 മലബാർ ജില്ലകളിൽ സ്കൂൾ തുടങ്ങാൻ SNDPക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളി ആവർത്തിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്. മൂന്നാമതും പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്ന് മുഷ്ടി ചുരുട്ടി വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനം. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറാതിരിക്കാൻ താനെന്താ അയിത്തജാതിക്കാരനാണോ എന്നും വെള്ളാപ്പള്ളി ചോദിക്കുന്നുണ്ട്. CPI ചതിയൻ ചന്തു എന്നായിരുന്നു പ്രതികരണം. നമുക്കതൊന്ന് കേൾക്കാം. ജില്ലയാക്കുന്നുണ്ട് മലബാർ പ്രദേശത്ത്. മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ, ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം വാങ്ങാൻ കിട്ടുന്നില്ലേ? സ്ഥലം എല്ലാം ഉണ്ട്. പിന്നെന്താ തുടങ്ങാൻ പറ്റാത്ത? അനുവാദം തരണം. ആരുടെ അനുവാദം? സർക്കാരിന്റെ. ഇപ്പൊ പിണറായി വിജയൻ സർക്കാർ ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ട് 9 വർഷത്തിനിടെ നോക്കിയില്ലേ? 9 വർഷത്തിനിടെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. 9 വർഷത്തിനിടെ നോക്കിയില്ലേ? ഈ CPI തന്നെ കാറിൽ കയറ്റിയതിന് എന്താണ് തെറ്റ്? താനെന്താ അയിത്തജാതിക്കാരനാണോ? മൂന്നാമതും പിണറായി വിജയൻ വരും, അതും മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ മുഷ്ടി മുകളിലേക്ക് ചുരുട്ടിയാണ് പിണറായി വിജയൻ വരും എന്ന് വെള്ളാപ്പള്ളി പറയുന്നത്. CPIക്കും വലിയ തോതിൽ വിമർശനമുണ്ട്. ചതിയൻ ചന്തുവാണ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പാർട്ടിയിൽ പറയണം എന്നതടക്കമുള്ള LDFന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള അഭിപ്രായ പ്രകടനം വരെ ഇന്ന് വെള്ളാപ്പള്ളി നടത്തുന്നുണ്ട്. അഭിലാഷ് മോഹനൻ നമ്മളോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുകയാണ്. അഭിലാഷ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായുള്ള ഈ ചങ്ങായി പരിപാടി അത് വലിയ തോതിൽ വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് LDFന്. അതേ വെള്ളാപ്പള്ളിയാണ് ഇവിടെ നിന്നുകൊണ്ട് മൂന്നാമതും പിണറായി വിജയൻ വരുമെന്ന് പറയുന്നത്. എങ്ങനെ കാണുന്നു? ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ ജന്മത്തിലെ ശത്രുവാണ് മക്കളായി ജനിക്കുക എന്നൊക്കെ. ഇവിടെ പിണറായി വിജയൻ്റെ കേസിൽ കഴിഞ്ഞ ജന്മത്തിലെ പിന്നെ ശത്രു SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ട് ജനിച്ചതാണോ എന്നാണ് എനിക്ക് സംശയം. ഈ തെരഞ്ഞെടുപ്പിൽ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സാധ്യതകളെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഈ പിണറായി വിജയന് നൽകുന്ന നിർലോഭമായ പിന്തുണയാണ്. അതൊരു സാമുദായിക പിന്തുണയല്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഒരു 2 വർഷമായി നടത്തുന്ന പ്രസ്താവനകൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അത് വലിയ തോതിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒരു തരത്തിലുള്ള അരക്ഷിതത്വത്തിലാക്കുന്ന, പ്രകോപനത്തിലാക്കുന്ന പരാമർശങ്ങളാണ്. അപ്പോൾ ആ പരാമർശങ്ങൾ അദ്ദേഹം നിർബാധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ പരാമർശങ്ങളെ ഒരു ഘട്ടത്തിൽ പോലും തള്ളിപ്പറയുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ എൻഡോഴ്സ് ചെയ്യുകയുമാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മാധു പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഈ വിഷയം പരാമർശ വിധേയമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത് ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസ്താവനകളല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്താ പ്രശ്നം? അത് അദ്ദേഹം പറഞ്ഞതൊരു പാർട്ടിയാണെന്നാണ്. അപ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ എൻഡോഴ്സ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങളെയും എൻഡോഴ്സ് ചെയ്യുന്നു എന്നുള്ളത് അതിഗുരുതരമായ സാമൂഹ്യ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നോക്കൂ, കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എല്ലാ കാലത്തും ബഹുഭൂരിപക്ഷവും കിട്ടുക UDFനാണ്. കാരണം മുസ്ലിം ലീഗ് എന്ന വലിയ സാമുദായിക പാർട്ടിയുടെ ഒരു അടിത്തറ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അപ്പോഴും കേരളത്തിൽ LDF ജയിക്കണമെങ്കിൽ ഒരു 25-നും 30-നും ഇടയ്ക്ക് ശതമാനം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ കൂടി കിട്ടണം. അങ്ങനെ ഈ കോമ്പിനേഷൻ ശരിയാവുള്ളൂ. CSDSന്റെ കണക്ക് കഴിഞ്ഞ 2 തവണത്തെ, അതായത് 2014 2021 CSDSന്റെ പോസ്റ്റ് പോൾ സർവേ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ അവർ ഈ സാമൂഹിക നില തിരിച്ചുള്ള കണക്ക് നൽകാറുണ്ട്. ഒരു അപ് ടു 30% മുസ്ലിം വോട്ട് കിട്ടുമ്പോഴാണ് LDFന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാവുക. ക്രിസ്ത്യൻ വോട്ടിലും ഏതാണ്ട് 25 to 30. ബാക്കി ന്യൂനപക്ഷ വോട്ടുകൾ പരമ്പരാഗതമായി തന്നെ UDFന്റെ കസ്റ്റഡിയിലാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പിണറായി വിജയൻ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇത്തരം പരാമർശങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നതോടുകൂടി വലിയ തോതിലുള്ള ന്യൂനപക്ഷ കൺസോളിഡേഷൻ CPMനും LDFനും എതിരെ സംഭവിക്കുകയാണ്. ഇപ്പോൾ LDFന്റെ കേഡർമാരായ ആളുകൾക്ക് പോലും അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അവർ തന്നെ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഒരു സമൂഹത്തെ ആകെ ഇരുട്ടിൽ നിർത്തുന്ന വിധത്തിൽ, ഒരു സമൂഹത്തെ ആകെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവനകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രി അതിനെ അനുകൂലിക്കുന്നത്? അതൊരു വലിയ ചോദ്യമാണല്ലോ. ആ ചോദ്യത്തെ അഡ്രസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല, അവരുടെ കേഡർമാർക്ക് തന്നെ പറ്റുന്നില്ല. മലപ്പുറം പരാമർശം വെള്ളാപ്പള്ളി നടത്തിയതിനു ശേഷം വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങിൽ പോയി മുഖ്യമന്ത്രി കുമാരനാശാനു കഴിയാത്ത തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തെ കയറിൽ കയറ്റി ഈ അയ്യപ്പസംഗമവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പിന്നീട് വിമർശനം ഉണ്ടായപ്പോഴും എന്താണ് തെറ്റ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു മലപ്പുറം പരാമർശം ഉണ്ടായിട്ടുണ്ട്. ഏതു തരത്തിൽ ന്യായീകരിക്കാമെങ്കിലും ഇതിനെ രണ്ടിനെയും ചേർത്ത് വിശകലനം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും തിരിച്ചറിയാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്നാണോ? അതോ ന്യൂനപക്ഷ വോട്ട് കയ്യിൽ നിന്ന് പോകുമ്പോൾ ഭൂരിപക്ഷ വോട്ട് കിട്ടും എന്ന ഒരു മൗഢ്യം ഇടതിനെ ബാധിക്കുന്നുണ്ടോ? അല്ല, അതൊരു വല്ലാത്ത മൗഢ്യമായി പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം എടുത്താൽ ഇപ്പോൾ ഈഴവ സമൂഹം കേരളത്തിലെ ലാർജസ്റ്റ് സിംഗിൾ കമ്മ്യൂണിറ്റിയാണ്.
എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ബേസിൽ നോക്കിയാൽ ഉള്ള സമുദായം എന്ന് പറയുന്നത് ഈഴവരാണ്. ഈഴവരുടെ ഒരു ചരിത്രം എടുത്താൽ അവർ എല്ലാ കാലത്തും പൊളിറ്റിക്കലും സെക്കുലറുമായിട്ട് വോട്ട് ചെയ്തിട്ടുള്ള പാരമ്പര്യമാണ് ഉള്ളത്. അത് നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ എടുക്കും. ആണ് ഇപ്പോൾ SNDP യോഗത്തിന്റെ സമാരാധ്യനായ നേതാവായിരുന്ന ആർ ശങ്കർ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒന്നാമത്തെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയാവുന്ന ആദ്യത്തെ കോൺഗ്രസ്സുകാരൻ ആർ ശങ്കറാണ്. പക്ഷേ ഈഴവ സമുദായത്തിന്റെ പരമ്പരാഗത പിന്തുണ അല്ലെങ്കിൽ അതിലെ ബഹുഭൂരിപക്ഷത്തിന്റെ പിന്തുണ ഇടതുപക്ഷം സംബന്ധിച്ചാണ്. SRP എന്ന രാഷ്ട്രീയ പാർട്ടി പോലും ഇടക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ കാലത്തെടുക്കും. വെള്ളാപ്പള്ളി നടേശൻ ഏതൊക്കെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചിട്ടുണ്ടോ അവരൊക്കെ തോറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സമീപകാല രാഷ്ട്രീയ ചരിത്രം. എന്ന് പറഞ്ഞാൽ സമുദായ നേതൃത്വം പറയുന്ന നിലയിൽ വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങളല്ല. അത് ഹിന്ദു സമുദായത്തിലെ വിവിധ സാമുദായിക സംഘടനകളെ എടുത്താൽ ആ സാമുദായിക സംഘടനകൾക്ക് സാമുദായിക സംഘടനകളുടേതായ റോൾ ഉണ്ടെങ്കിലും അവർ പറയുന്നതനുസരിച്ച് രാഷ്ട്രീയത്തിൽ വോട്ട് ചെയ്യുന്നവരല്ല. അതിപ്പോൾ NSSന്റെ ജനറൽ സെക്രട്ടറി പറയുന്നതനുസരിച്ചല്ല കേരളത്തിലെ നായർ സമുദായം വോട്ട് ചെയ്യുന്നത് എന്നതുപോലെ SNDP യോഗത്തിന്റെ നേതാക്കൾ പറയുന്നതനുസരിച്ചല്ല ഇടവ സമുദായത്തിലെ ആളുകളും വോട്ട് ചെയ്യുന്നത്. ഇത് മാത്രമല്ല വളരെ സെക്യുലർ ആയിട്ടുള്ള അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു പ്രചരിപ്പിച്ചത് വിശ്വമാനവികതയാണ്. അപ്പോൾ പല മതസാരവും ഏകം എന്നാണ് നാരായണ ഗുരു പറഞ്ഞത്. ആ ഒരു ടീച്ചിങ്ങിലൂടെ വളർന്നു വന്ന ഒരു സമൂഹം കമ്മ്യൂണൽ ആവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു സെക്യുലർ ഫോഴ്സാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സമുദായ നേതാവ് പറഞ്ഞ കൂട്ടത്തോടു കൂടി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമേ അല്ല. അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ ഇവരൊക്കെ വോട്ട് ചെയ്തോളും അങ്ങനെ വിചാരിക്കുന്നത് വലിയ മൗഢ്യമാണ്, തെറ്റാണ്. കേരളത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ചരിത്രം അതിന് ഘടകവിരുദ്ധമാണ് താനും. എന്നിട്ടും ഈ പരീക്ഷണം എന്തിനു നടത്തുന്നു എന്നുള്ളത് ആശ്ചര്യജനകമാണ്. ഇന്ന് മാത്രമല്ല, അപ്പോൾ കേരളത്തിലേക്കുള്ള BJPയുടെ വരവിൻ്റെ ആദ്യത്തെ മീനിങ് ഫുള്ളായ പരീക്ഷണം നടന്നത് 2016 2016 ഈ BD JS എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടൊരു സമത്വ മുന്നേറ്റ യാത്ര വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ ശംഖുമുഖത്ത് സമാപിച്ച കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര, ആ യാത്രക്കിടെയാണ് വളരെ കമ്മ്യൂണലായിട്ടുള്ള ഒരു പരാമർശം ഉണ്ടാവുകയും അതിനെതിരെ അന്നത്തെ 153A അനുസരിച്ച് VM സുധീരന്റെ പരാതിയിൽ അന്നത്തെ കേരള സർക്കാർ, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കേസെടുക്കുകയൊക്കെ ചെയ്തത്. നോക്കൂ, ആ ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ BJP വളരണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ ഗ്രൂപ്പായ ഏറ്റവും വലിയ സാമൂഹ്യ ഗ്രൂപ്പായ ഈഴവരുടെ പിന്തുണ അതിന് അനിവാര്യമാണ്. അപ്പോൾ അവരിലേക്ക് കടന്നു കയറാൻ അന്ന് VHPയുടെ നേതൃത്വത്തിൽ ആചാര്യ ഗിരിരാജ് കിഷോർ മുതൽ നമ്മുടെ ഇവിടുത്തെ പ്രതീഷ് വിശ്വനാഥൻ വരെ നടത്തിയ ആദ്യഘട്ട ചർച്ചകളുടെ ഫലമായി ആ റൂട്ട് വഴിയാണ് വെള്ളാപ്പള്ളി നടേശൻ ആദ്യം അമിത്ഷായെ കാണുന്നത്. പിന്നീടാണ് ഇതൊരു രാഷ്ട്രീയ സഖ്യമായൊക്കെ വരുന്നത്. അതൊരു രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് വെള്ളാപ്പള്ളി നടേശൻ ഹെലികോപ്റ്ററിൽ നടന്നാണ് BJPക്ക് വേണ്ടി അവരുടെ താരപ്രചാരകനായി ഇവിടെ പ്രചാരണം നടത്തിയത്. നോക്കൂ, ആ ഘട്ടം അതെന്തുകൊണ്ട് ആ പരീക്ഷണം വിജയിച്ചില്ല? അന്ന് VS അച്യുതാനന്ദനും ഈ പിണറായി വിജയനും നേർക്കുനേർ നിന്ന് അതിനെ തടഞ്ഞതുകൊണ്ടാണ്. VS അച്യുതാനന്ദന്റെ വലിയ പ്രഭാവത്തിന് മുമ്പിൽ വെള്ളാപ്പള്ളി നടേശൻ അന്ന് അസ്തപ്രജ്ഞനായി പോയി. നോക്കൂ, എത്ര വിഷയങ്ങൾ, ശാശ്വതീകാനന്ദയുടെ മരണം മുതൽ മൈക്രോ ഫിനാൻസ് അടക്കം എടുത്തിട്ട് VS അച്യുതാനന്ദൻ കടന്നാക്രമിച്ചപ്പോഴാണ്, കൂടെ നിർത്തിയിട്ടല്ല, കടന്നാക്രമിച്ചാണ്. നിശ്ചിതമായി നടേശ എന്ന് വിളിച്ചുകൊണ്ട് കണക്ക് വൈ എന്ന് പറഞ്ഞ മേശക്കടിച്ച് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം. VS അച്യുതാനന്ദൻ 92 വയസ്സുണ്ടെന്ന് ഓർക്കണം. കണക്ക് വൈ എന്ന് പറഞ്ഞിട്ട് നടത്തിയിട്ടുള്ള ആ ഒരു വാർത്താ സമ്മേളനം ഓർമ്മയുണ്ടാവും. അന്ന് യഥാർത്ഥത്തിൽ VS ശരിക്കും ഇതിന് നേരെ മുമ്പിൽ നിന്നിട്ട് ഇതിനെ തകർത്ത് കളയാണ് ചെയ്തത്. അതാണ് യഥാർത്ഥത്തിൽ ഫ്രൂട്ട്ഫുൾ ആവുന്ന രാഷ്ട്രീയ പരീക്ഷണം. ഇവിടെ നേരെ തിരിച്ചാണ്. പക്ഷേ 2016 അധികാരത്തിലേറിയതോടുകൂടി പിണറായി വിജയൻ ഇദ്ദേഹവുമായി വളരെ സഖ്യത്തിലാവുന്നു. മൈക്രോ ഫിനാൻസ് കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? മൈക്രോ ഫിനാൻസ് അടക്കമുള്ള മുഴുവൻ കേസുകളും പെട്ടിക്കകത്താവുന്നു. അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന നായകനാവുന്നു. കഴിഞ്ഞ 2019 നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാൻ, ഇപ്പോഴും നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ് ഇദ്ദേഹം. പിണറായി വിജയൻ ഇദ്ദേഹത്തെ നവോത്ഥാന സംരക്ഷണ സമിതിക്കാരനാക്കുന്നു. ആ കൂട്ടുകെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹബന്ധം കഴിഞ്ഞ കുറേ കാലമായിട്ട് തുടങ്ങുന്നതാണ്. പക്ഷേ അത് ഇപ്പം സംഭവിക്കാൻ തുടങ്ങി. ആ സ്നേഹബന്ധം ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ അടിമുടി വിനാശകരമായ വിധത്തിൽ ബാധിക്കുന്നു എന്ന കാര്യം പിണറായി വിജയന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പാർട്ടിക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ അവരാരും പിണറായി വിജയനെ തിരുത്താൻ ആളല്ല. CPIക്ക് അത് ബോധ്യമാവുന്നുണ്ട്, CPI പറയുന്നുണ്ട്. പക്ഷേ ഇത് ജൂനിയർ മാൻഡ്രാക്കിനെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച അവസ്ഥ ആണ് എന്തായാലും LDF നേരിടാൻ പോകുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പ്രതിഫലനം ഏറ്റുവാങ്ങുകയല്ലാതെ വേറെ നിവൃത്തിയിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും പിണറായി വിജയൻ തിരുത്തുന്നില്ലല്ലോ. ശരി, വളരെയധികം നന്ദി അഭിലാഷ് മോഹൻ. എന്തായാലും ഈ CPI അതിനെതിരെ സംസാരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ CPIയെ ചതിക്കുന്ന ചന്തു എന്നുള്ളതാണ് ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല CPI എവിടെ എങ്ങനെ പ്രതികരിക്കണമെന്ന ഉപദേശം പോലും വെള്ളാപ്പള്ളി നടേശൻ നൽകുകയാണ്. പാർട്ടിയിൽ പറയാനുള്ളത് പാർട്ടിയിൽ പറയണം എന്നൊക്കെ സാധാരണഗതിയിൽ CPM പറയുന്ന ഭാഷയിലാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതൊക്കെ കൗതുകകരമാണ്. ഇന്ന് ബിനോയ് വിശ്വം അതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുമ്പോഴും